ഇനി നമുക്ക് എക്സ്പ്രഷൻ ഇവാലുവേഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സോ അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ്, പാരാന്തസൈസ് ചെയ്യും. പാരാന്തസൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഇൻപുട്സിനെ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പണിംഗ് പാരാന്തസിസ് ആണ്. ഓപ്പണിംഗ് പാരാന്തസിസ് വരും. അതിലേക്ക് ഇങ്ങോട്ട് മാത്രമേ എൻട്രി ഉള്ളൂ, സ്റ്റാക്കിലേക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. നമ്മുടെ പോസ്റ്റ് ഫിക്സിലേക്ക് അതിന് അഡീഷൻസ് ഒന്നും ഇല്ല. സോ അത് കഴിയുമ്പോഴേക്കും നമ്മൾ സെക്കൻഡ് സിമ്പിളിനെ കാണും. അതെന്താണ്, എ എന്നുള്ള ഒരു ഓപ്പറാൻഡ് ആണ്. സോ ഓപ്പറാൻഡിൻ്റെ എൻട്രി എങ്ങോട്ടേക്കാണ്, പോസ്റ്റ് ഫിക്സിലേക്കാണ്. സോ ഓപ്പറാൻഡ് വന്നു കഴിഞ്ഞാൽ സ്റ്റാക്കിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. സോ സ്റ്റാക്കിൽ ഉണ്ടായിരുന്ന ഒരു ഓപ്പണിംഗ് പാരാന്തസിസ് അങ്ങനെ തന്നെ കൊടുത്തു. അത് കഴിയുമ്പോഴേക്കും നമ്മൾ ആരെ കാണും, സ്റ്റാർ എന്നുള്ള സിമ്പിളിനെ കാണും. ഓക്കെ, സ്റ്റാർ എന്നുള്ളത് സിമ്പിളാണ്, ഒരു ഓപ്പറേറ്ററാണ്. ആ ഓപ്പറേറ്റർ നമ്മൾ എവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, സ്റ്റാക്കിനുള്ളിൽ. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി ഉള്ള സ്റ്റാക്കിലേക്ക് നമ്മൾ ആരെ ഇൻക്ലൂഡ് ചെയ്യും, സ്റ്റാറിനെ ഇൻക്ലൂഡ് ചെയ്യും. ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സ്റ്റാക്കിനുള്ളിൽ വേറെ ഓപ്പറേറ്റേഴ്സ് ഒന്നുമില്ല. സോ വി ക്യാൻ ഡയറക്ട്ലി പുഷ് ദാറ്റ് ഓപ്പറേറ്റർ ഇൻ ടു ദിസ് സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് ഫിക്സിന് ഒരു ചേഞ്ചും ഇല്ല. സോ അങ്ങനെ തന്നെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും, എഗെയിൻ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഓപ്പണിംഗ് പാരാന്തസിസ് കിട്ടും. സോ നമുക്ക് പാരാന്തസിസോ അല്ലെങ്കിൽ സിമ്പലോ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പറേറ്ററോ വരുവാണെങ്കിൽ നമ്മളതിനെ എവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സ്റ്റാക്കിൽ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി ഉള്ള സ്റ്റാക്കിലേക്ക് ഈ പുതിയ വന്ന സിമ്പലിനെ അല്ലെങ്കിൽ ഓപ്പണിംഗ് പാരാന്തസിസിനെ നമ്മൾ പുഷ് ചെയ്തു. അപ്പോൾ ഓൾറെഡി ഉള്ള സ്റ്റാറ്റസ് പോസ്റ്റ് ഫിക്സിന് അങ്ങനെ തന്നെ കൊടുത്തു. അത് കഴിയുമ്പോഴേക്കും നമ്മൾ ആരെ കണ്ടു, ബി എന്നുള്ള സിമ്പലിനെ കണ്ടു. സോ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓപ്പറാൻഡ് ആണ്. സോ ബിക്ക് എൻട്രി എങ്ങോട്ടേക്കാണ്, പോസ്റ്റ് ഫിക്സിലേക്കാണ് ബിക്ക് എൻട്രി കൊടുക്കുക. അപ്പം എയുടെ കൂട്ടത്തിൽ നമ്മൾ ആരെയും കൂടെ അറ്റാച്ച് ചെയ്തു, ബിയെയും അറ്റാച്ച് ചെയ്തു. അത് കഴിയുമ്പോഴേക്കും നമ്മൾ ആരെ കണ്ടു, പ്ലസിനെ കണ്ടു. സോ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്ററാണ്. ആ ഓപ്പറേറ്ററെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നതിന് മുന്നേ എന്ത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൻ്റെ പ്രയോറിറ്റി, ഓൾറെഡി ഉള്ള ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രയോറിറ്റി നോക്കണം. അപ്പോൾ ഇപ്പോൾ സ്റ്റാക്കിൻ്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ എന്താ ഉള്ളത്, ഒരു ഓപ്പണിംഗ് പാരാന്തസിസ് ഉണ്ട്, ഒരു സ്റ്റാർ ഉണ്ട്, വീണ്ടും ഒരു ഓപ്പണിംഗ് പാരാന്തസിസ് ഉണ്ട്. അതിനുശേഷം എന്താണ്, പ്ലസ് സിമ്പൽ വരിക. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കുമ്പോഴേക്കും സ്റ്റാറിനെ ഫോളോ ചെയ്തുകൊണ്ട് പ്ലസ് വരാൻ ഒരിക്കലും പാടില്ല. പക്ഷേ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്, ഇതിനെ നമ്മളൊരു സെപ്പറേറ്റ്, എപ്പോഴും ഒരു ഓപ്പണിംഗ് പാരാന്തസിസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലോസിംഗ് പാരാന്തസിസിനെ നമ്മളൊരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്പണിംഗ് പാരാന്തസിസിനകത്ത് വേറെ ആരില്ല, വേറെ ഒരു ഓപ്പറേറ്റേഴ്സും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു, ഓപ്പണിംഗ് പാരാന്തസിസ്, സ്റ്റാർ, പിന്നെ ഒരു ഓപ്പണിംഗ് പാരാന്തസിസ്. അതിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ആരെ കൊടുക്കാൻ പോകുന്നത്, പ്ലസ് സിമ്പിളിനെ കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് തെറ്റില്ല. അതേസമയം ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് പാരാന്തസിസ് ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഇവിടെ ഒരു ഓപ്പണിംഗ് പാരാന്തസിസ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഒരു സ്റ്റാർ സിമ്പിൾ അല്ലെങ്കിൽ ഈ ഒരു പ്ലസ് സിമ്പിളിനെ നമുക്ക് എങ്ങോട്ടേക്ക് കൊടുക്കാൻ പറ്റില്ലായിരുന്നു, നമ്മുടെ ഈ ഒരു സ്റ്റാക്കിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇത് റോങ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സെക്ഷൻ ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു സെപ്പറേറ്റ് യൂണിറ്റിലേക്ക് വരുന്ന ആദ്യത്തെ എലമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ പ്രിസിഡൻസ് ഒന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. വി ക്യാൻ ഡയറക്ട്ലി ആഡ് ദാറ്റ് ഓപ്പറേറ്റർ ഇൻ ടു അവർ സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഓൾറെഡി ഉള്ള സ്റ്റാർ അങ്ങനെ തന്നെ കൊടുത്തു. ഓപ്പണിംഗ് പാരാന്തസിസ് ഉണ്ടായിരുന്നു, ആ സമയത്താണ് പ്ലസ് വന്നത്. അപ്പോൾ എന്ത് ചെയ്തു, പ്ലസ്സിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്തു. പക്ഷേ അതിനകത്ത് ഒരു റിഫ്ലക്ഷനും എവിടെയില്ല, പോസ്റ്റ് ഫിക്സിലില്ല. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ആര് വന്നു, സി വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സി ഒരു ഓപ്പറാൻഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി നമ്മൾ സ്റ്റാക്ക് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മൾ പോസ്റ്റ് ഫിക്സിലേക്ക് ആഡ് ചെയ്യും, സിയെ നമ്മൾ പോസ്റ്റ് ഫിക്സിലേക്ക് ആഡ് ചെയ്യും. അത് കഴിയുമ്പോഴേക്കും എന്ത് വന്നു, ഒരു ക്ലോസിംഗ് പാരാന്തസിസ് വന്നു. സോ ക്ലോസിംഗ് പാരാന്തസിസ് വന്നു കഴിഞ്ഞാൽ എന്താ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എലമെൻസിനെ പോപ്പ് ചെയ്യണം. എവിടെ നിന്നാണ് പോപ്പ് ചെയ്യേണ്ടത്, സ്റ്റാക്കിൽ നിന്ന്. എങ്ങോട്ടേക്കാണ് പോപ്പ് ചെയ്യേണ്ടത്, പോസ്റ്റ് ഫിക്സിലേക്ക് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഓപ്പണിംഗ് പാരാന്തസിസ്, ക്ലോസിംഗ് പാരാന്തസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പണിംഗ് പാരാന്തസിസിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യും. ഏത് എലമെൻറ്റാണ് ഉള്ളത്, പ്ലസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്ലസ്സിനെ നമ്മൾ പോപ്പ് ചെയ്ത് മാറ്റി. എന്നിട്ട് ഈ ഒരു ഓപ്പണിംഗ് പാരാന്തസിസിന്, അതായത് നമ്മുടെ ഇപ്പോൾ കണ്ട ക്ലോസിംഗ് പാരാന്തസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പണിംഗ് പാരാന്തസിസിനെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കുമ്പോഴേക്കും പിന്നെ ഇനി ആരാ ഉള്ളത്, ഒരു ഓപ്പണിംഗ് പാരാന്തസിസും ഒരു സ്റ്റാറും മാത്രമേ ഉള്ളൂ. അതിനെ അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും. മനസ്സിലായോ? ഈ ഒരു സെഗ്മെൻറ്റ് വരുമ്പോഴേക്കും ഈ ക്ലോസിംഗ് പാരാന്തസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പണിംഗ് പാരാന്തസിസാണ് ഇവർ രണ്ടുപേരും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതുവരെയുള്ള യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാക്കിനകത്തുനിന്ന് പോപ്പ് ചെയ്ത് മാറ്റും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ ഇതുവരെ എ ബി സി പ്ലസ് വരെ ആയി. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോഴേക്കും ആരെ കണ്ടു, ഒരു മൈനസ് സിമ്പലിനെ കണ്ടു. മൈനസ് സിമ്പലിനെ കാണുമ്പോഴേക്കും നമ്മളതിനെ എങ്ങോട്ടേക്കാണ് പ്ലേസ് ചെയ്യേണ്ടത്, സ്റ്റാക്കിലേക്കാണ് പ്ലേസ് ചെയ്യേണ്ടത്. സ്റ്റാക്കിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാക്കിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാക്കിൽ ആരും മാത്രമേ ഉള്ളൂ, സ്റ്റാർ മാത്രമേ ഉള്ളൂ. സ്റ്റാറിൻ്റെ മേളിൽ മൈനസ് വരുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. നോക്കിക്കേ, സ്റ്റാറിനേക്കാളും പ്രയോറിറ്റി കുറവാണ് ആർക്ക്, മൈനസിന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ നമുക്ക് അതിനെ ഒരിക്കലും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഓൾറെഡി പ്രയോറിറ്റി കൂടിയ ഏത് ഓപ്പറേറ്ററാണ് ഉള്ളത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യണം. പോപ്പ് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ടേക്കാണ് ആഡ് ചെയ്യുന്നത്, പോസ്റ്റ് ഫിക്സിലേക്കാണ് ആഡ് ചെയ്യുന്നത്. എങ്ങോട്ടേക്കാണ് ആഡ് ചെയ്യുന്നത്, പോസ്റ്റ് ഫിക്സിലേക്ക്. സോ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെയായി മാറും, എ ബി സി പ്ലസ് ഉണ്ടായിരുന്നത് തൊട്ട് റൈറ്റിലേക്ക് ആര് വരും, സ്റ്റാർ വരും. മനസ്സിലായോ? എന്നിട്ട് ഇനി വേറെ എലമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, മൈനസിനെ നമ്മുടെ സ്റ്റാക്കിലേക്ക് അറ്റാച്ച് ചെയ്യാം. കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്ത് കിട്ടി, എ ബി സി പ്ലസ് സ്റ്റാർ വരെ വന്നു.
ഓക്കെ, ഇനി അത് കഴിയുമ്പോഴേക്കും നമ്മൾ നോക്കുമ്പോൾ എന്താ, വീണ്ടും ഒരു ഓപ്പണിംഗ് പാരാന്തസിസ് കണ്ടു, ഇതിനെ കണ്ടു. ആ ഓപ്പണിംഗ് പാരാന്തസിസിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഓപ്പണിംഗ് പാരാന്തസിസ് വന്നു, പോസ്റ്റ് ഫിക്സിനകത്ത് ചേഞ്ച് ഒന്നും ഇല്ല. സോ പ്ലസും സ്റ്റാറും അങ്ങനെ തന്നെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഡി വന്നു. ഏത് സിമ്പലാണ് വന്നത്, ഡി വന്നു. സോ ഡി വരുന്ന സമയത്ത് ഡിയെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്, നമ്മളുടെ പോസ്റ്റ് ഫിക്സിലേക്കാണ്. സോ എന്ത് ചെയ്യും, എ ബി സി പ്ലസ് സ്റ്റാർ ആര് വരും, ഡി വരും. ഓക്കെ, അപ്പോൾ ഡി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സിമ്പിൾ എന്താണ്, പ്ലസ് സിമ്പിളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് സിമ്പിളിനെ കൊടുക്കും. സോ പ്ലസ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ സ്റ്റാക്കിനകത്ത് പാരാന്തസിസിനകത്തേക്കുള്ള ആദ്യത്തെ എൻട്രിയാണ്, ഒന്നും കമ്പയർ ചെയ്യാനില്ല, നമുക്ക് അങ്ങനെ തന്നെ അതിനെ കൊടുക്കാം. വേറൊരു കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റാർ കൊടുത്തു, നമ്മൾ ഡി കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് എലമെൻറ്റ് വരും, ജി വരും. ആര് വരും, ജി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ജിയെ നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത്, നമ്മുടെ പോസ്റ്റ് ഫിക്സിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യും, ഓപ്പണിംഗ് പാരാന്തസിസ് മൈനസ് പിന്നെ പ്ലസ് ഉണ്ട്, പിന്നെ പുതുതായിട്ട് വന്നിരിക്കുന്ന ജി, എ ബി സി പ്ലസ് സ്റ്റാർ ഡി ജി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആരെ കാണുന്നത്, ഒരു ഡിവിഷൻ സിമ്പലിനെ നമ്മൾ ആരെ കാണും, ക്ലോസിംഗ് പാരാന്തസിസിനെ കാണും. ക്ലോസിംഗ് പാരാന്തസിസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ക്ലോസിംഗ് പാരാന്തസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പണിംഗ് കാണുന്നത് വരെ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പോപ്പ് ചെയ്ത് പോസ്റ്റ് ഫിക്സിലേക്ക് ആഡ് ചെയ്യണം. സോ മൈനസും മാത്രമേ ഇപ്പം നമ്മുടെ സ്റ്റാക്കിൽ ഉണ്ടാകത്തുള്ളൂ, ബാക്കി എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യും, എങ്ങോട്ടേക്ക് കൊടുക്കും, നമ്മുടെ പോസ്റ്റ് ഫിക്സിലേക്ക് കൊടുക്കും. അപ്പോൾ ഡി ജി പ്ലസ് വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓപ്പറേറ്റർ ഉണ്ടായിരുന്നുള്ളൂ, അയാളെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും നമ്മുടെ പോസ്റ്റ് ഫിക്സിലേക്ക്, സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത്, എന്നിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പണിംഗ് പാരാന്തസിസിനെ നമ്മളൊന്ന് റിമൂവ് ചെയ്യും. ദാറ്റ് വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ആര് വരും, ഒരു ഡിവിഷൻ സിമ്പൽ വരും. ആര് വരും, ഡിവിഷൻ സിമ്പൽ വരും. ഓക്കെ, സോ ഡിവിഷൻ സിമ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. മൈനസും ഡിവിഷനും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹയസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്, ഡിവിഷനാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാക്കിലേക്ക് ഡിവിഷൻ സിമ്പലിനെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തു, എ ബി സി പ്ലസ് സ്റ്റാർ ഡി ജി പ്ലസ് കിടക്കുക ഇപ്പം. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ആര് വരും, കെ വരും. ഓക്കെ, സോ കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓപ്പറാൻഡാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റാക്കിലേക്ക് ആൾക്ക് എൻട്രി ഇല്ല, നമ്മൾ എന്ത് ചെയ്യും, നേരെ പോസ്റ്റ് ഫിക്സിലേക്ക് ആഡ് ചെയ്യും. എ ബി സി പ്ലസ് സ്റ്റാർ ഡി ജി പ്ലസ് കെ വരും. ഓക്കെ, ഇനി ഇപ്പോൾ നോക്കുമ്പോഴേക്കും നമ്മൾ ആരെ കണ്ടു, അടുത്തത് ക്ലോസിംഗ് പാരാന്തസിസിനെ കണ്ടു. ക്ലോസിംഗ് പാരാന്തസിസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഓപ്പണിംഗ് പാരാന്തസിസ് കാണുന്നത് വരെ സ്റ്റാക്കിനകത്തുള്ള എല്ലാ എലമെൻസിനെയും പോപ്പ് ചെയ്ത് നമ്മൾ എങ്ങോട്ടേക്ക് ആഡ് ചെയ്യണം, നമ്മുടെ പോസ്റ്റ് ഫിക്സിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തെടുത്തു, എ ബി സി പ്ലസ് സ്റ്റാർ ഡി ജി പ്ലസ് കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഓപ്പണിംഗ് പാരാന്തസിസ് മൈനസ് ഡിവിഷൻ. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന സ്റ്റാക്കിൻ്റെ ഏറ്റവും അവസാനം വന്ന ആളായിരിക്കും നമ്മൾ ആദ്യം എടുക്കുക, അല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം വരുന്ന ആളായിരിക്കും ഡിവിഷൻ, അതിനുശേഷം രണ്ടാമത് എടുക്കുന്ന ആളായിരിക്കും മൈനസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റാക്കിൽ റിമൈൻ ചെയ്യുന്ന ഈ ഒരു ഓപ്പണിംഗ് പാരാന്തസിസിനെ നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴേക്കും സ്റ്റാക്ക് എന്തായി, എം ടി ആയി. സ്റ്റാക്ക് എം ടി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രോസസ്സ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. സോ നമ്മുടെ ഫൈനൽ ആൻസർ ഇപ്പോൾ എവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ പോസ്റ്റ് ഫിക്സിൽ ഇരിപ്പുണ്ട്. സോ ഇങ്ങനെയാണ് എക്സ്പ്രഷൻസിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്.